നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ധനമന്ത്രി കെ.എം. മാണി ജ്വല്ലറി ഉടമകളിൽ നിന്ന് 19 കോടി രൂപയും അരിമില്ലുകാരിൽ നിന്ന് 2 കോടിയും കൈക്കൂലി വാങ്ങിയെന്ന് ആർ ബാലകൃഷ്ണപിള്ള വെളിപ്പെടുത്തി. ടെലിഫോൺ സംഭാഷണത്തിലാണ് ബാലകൃഷ്ണപിള്ള വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. ആർ ബാലകൃഷ്ണപിള്ളയും ബിജു രമേശും തമ്മിൽ നടത്തുന്ന ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. കെ.എം. മാണി നടത്തുന്ന അഴിമതികൾ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും ബാലകൃഷ്ണപിള്ള പറയുന്നു. ബാർക്കോഴയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കണമെന്ന പിള്ള ബിജു രമേശിനെ ഉപദേശിക്കുന്നതും ശബ്ദരേഖയിൽ വ്യക്തമാണ്. താൻ നടത്തിയ ഫോൺ സംഭാഷണം തന്നെയാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടതെന്ന് ബാലകൃഷ്ണപിള്ള സമ്മതിച്ചു. ബാർക്കോഴ വിവാദം കത്തിനിൽക്കെ കഴിഞ്ഞ വർഷം നവംബർ 1-നാണ് കേരള കോൺഗ്രസ് ബി നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയും ബിജു രമേശും തമ്മിൽ ഫോണിൽ സംസാരിച്ചത്. കെ.എം. മാണി നടത്തുന്ന കോഴയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയോട് താൻ പറഞ്ഞതായി ആർ ബാലകൃഷ്ണപിള്ള ടെലിഫോൺ സംഭാഷണത്തിൽ വെളിപ്പെടുത്തുന്നു. ഇത് മാത്രമല്ല, ഉമ്മൻചാണ്ടി അടുത്ത് വേറെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 2 കോടി രൂപ ഈ റൈസ് മില്ലുകാരുടെ വാങ്ങിച്ചു. സാറേ, ബേക്കറിക്കാരെ വാങ്ങിച്ചു 2 കോടി രൂപ. അല്ലേ? ബേക്കറി അസോസിയേഷൻ ഉണ്ടല്ലോ, അവരെ ടാക്സ് കൂട്ടുമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് 2 കോടി രൂപ മേടിച്ചു എന്നാണ് അവർ പറയുന്നത്. സ്വർണ്ണക്കടക്കാരുടെ 19 കോടിയാണ് മലബാർ ഗോൾഡുകാരൻ വാങ്ങിച്ചു കൊടുത്തത്. 19 കോടി ഇലക്ഷൻ കാലത്ത്. പിന്നെ ഇവരെ ഈ നെല്ല് കുട്ടനാട്ടിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും ശേഖരിച്ച് കുത്തി അരിയാക്കി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുത്തല്ലോ. അതെ, അതിന്റെ ബില്ല് മാറിക്കൊടുക്കില്ല, പേയ്മെന്റ് കൊടുത്തില്ല. അപ്പൊ ഇവർക്ക് അനേക കോടി രൂപ ഇതിൽ പെട്ടുപോയി. 10, 40, 50 കോടി രൂപ വരും. അതെ. അവസാനം അത് കൊണ്ട് കൊടുത്തു. 50 ലക്ഷം കൊടുത്തപ്പോൾ ഒക്കില്ലെന്ന് പറഞ്ഞു, 1 കോടി എന്ന് പറഞ്ഞു, ഒക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ 2 കോടി രൂപ അത് കൊടുക്കാൻ പോയവർ എന്നെ വന്ന് കൊട്ടാരക്കര വഴി കണ്ടേച്ചാ അങ്ങോട്ട് പോയത്. ബാർക്കോഴയുടെ കാര്യവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിരുന്നു. പറയുന്നത് കേട്ട് ഉമ്മൻചാണ്ടി താടിക്ക് കൈയും കൊടുത്തിരുന്നു. അറിയാം, ഞാനും അവനും കൂടെ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയപ്പോ പച്ചയ്ക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞതാ ഉമ്മൻചാണ്ടിയുടെ അടുത്ത്. ഇങ്ങനെ നടന്നിട്ടുണ്ട്, അയാൾ താടി കൈയും വെച്ചിരിക്കുക, ഇങ്ങനെ നടന്നിട്ടുണ്ട്. 15 കോടി രൂപയോടെ അവർ പിരിച്ചു. 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വെച്ച് ഒരു ബാറുകാർ കൊടുത്തു. കൊട്ടാരക്കലിലെ ബാറുകാരെല്ലാം 2 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് എനിക്കറിയാം. 1 കോടി കൊടുത്തു. അത് ബാക്കി കൂടെ കൊടുക്കാഞ്ഞുകൊണ്ടാണ് ഇയാൾ ഒബ്ജക്ട് ചെയ്തതെന്നാണ് നാട്ടിൽ മുഴുവൻ പറയുന്നത്. ബാർക്കോഴ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കണമെന്നാണ് ആർ ബാലകൃഷ്ണപിള്ള ബിജു രമേശ് നൽകുന്ന ഉപദേശം. വിടണ്ട, നാളെ കോടതി മൂവ് ചെയ്യേ. CBI എൻക്വയറി എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ രാംകുമാറിനോട് വിഷയം വിളിച്ചു പറയാമെന്നും പിള്ള പറയുന്നു. ഇറങ്ങിത്തിരിച്ച സ്ഥിതിക്ക് വിട്ടുകളയരുത് എന്ന ഉപദേശത്തോടു കൂടിയാണ് ടെലിഫോൺ സംഭാഷണം അവസാനിക്കുന്നത്. വിട്ടുകളയരുത് ഇനി ഇറങ്ങിത്തിരിച്ച സ്ഥിതിക്ക്. ശരി, തീർച്ചയായിട്ടും. അതെ, ഇറങ്ങിത്തിരിച്ച സ്ഥിതിക്ക് ഇല്ല, വിടില്ല, വിട്ടുകളയരുത്, വിടില്ല സാർ. കാരണം അതൊരു ഇന്റഗ്രിറ്റിയുടെ പ്രശ്നമാണ്. ബാർക്കോഴ വിവാദത്തിനപ്പുറം ധനമന്ത്രി കെ.എം. മാണിക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന മുതിർന്ന UDF നേതാവിന്റെ ടെലിഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. പിള്ളയുടെ ആരോപണങ്ങൾ ഇതിനകം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പിടിച്ചുലച്ചു കഴിഞ്ഞു. UDF രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കലങ്ങിമറിയാനാണ് സാധ്യത. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. സർക്കാർ ചീഫ് വിപ്പ് ശ്രീ PC ജോർജ്, ശ്രീ A. പ്രദീപ് കുമാർ MLA, ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ PC ജോർജ്, എന്തിനാണ് താങ്കൾ ബിജു രമേശിനെ വിളിച്ചത്? PC ജോർജിലേക്ക് തിരിച്ചെത്താം. ശ്രീ A. പ്രദീപ് കുമാർ MLA, ബാലകൃഷ്ണപിള്ളയും PC ജോർജും ഒരുപോലെ കെ.എം. മാണിയുമായി ബന്ധപ്പെട്ട കോഴ ഇടപാട് അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ മാറ്റത്തെ കാണുന്നത്? ഇതൊരു രാഷ്ട്രീയ മാറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് UDF-നകത്ത് നേരത്തെ തന്നെ അവരുടെ ഭാഗമായി നിന്ന ആൾക്കാർ തന്നെ നേരത്തെ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബിജു രമേശും സംഘവും പറഞ്ഞപ്പോൾ അത് പിന്നെ അവർ നിഷേധിക്കുകയായിരുന്നു. ഇവിടെ വരുന്നത് എന്താണ്? UDF-ന്റെ ഘടകകക്ഷി, UDF രൂപീകരിച്ചതിൽ പ്രമുഖനായിട്ടുള്ള ബാലകൃഷ്ണപിള്ള ഇപ്പോഴും UDF ഘടകകക്ഷിയാണ്, അവർ പറയുന്നു. അതോടൊപ്പം തന്നെ PC ജോർജ് ഇത് യഥാർത്ഥത്തിൽ ബിജു രമേശ് റെക്കോർഡ് ചെയ്യുന്നു എന്നറിയാതെയാണ് അദ്ദേഹവും പറഞ്ഞത്. ഈ രണ്ടാളുകളുടെയും ഫോൺ സംഭാഷണത്തിന് വളരെ വ്യക്തമായിരിക്കുന്നു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ബാറുകാരിൽ നിന്ന് കോഴ വാങ്ങിയ പ്രശ്നം മാത്രമല്ല, 1 കോടി വാങ്ങിയതോ 15ഓളം കോടി സമാഹരിച്ചത് എങ്ങോട്ട് പോയി എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതിനപ്പുറത്ത് അരിക്കച്ചവടക്കാരിൽ നിന്നും അതുപോലെ സ്വർണ്ണ കച്ചവടക്കാരിൽ നിന്നും കോടികൾ വാങ്ങിച്ചത് അതാണ് നേരത്തെ കഴിഞ്ഞ നിയമസഭയിൽ
നമ്മുടെ VS സുനിൽകുമാർ MLA ഒരു ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടുവന്നു. ബഡ്ജറ്റ് വിറ്റ് കാശാക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് ഭരണകക്ഷിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പലരും അതിനെ എതിർത്തു. ബജറ്റ് വെച്ച് കാശാക്കുക എന്ന് പറഞ്ഞാൽ ബജറ്റിൽ ചില പ്രപ്പോസലുകൾ കൊണ്ടുവരികയാണ്, പുതിയ നികുതി നിർദ്ദേശങ്ങൾ. അതുപോലെ നികുതി നിർദ്ദേശം കൊണ്ടുവരുമെന്ന് പറയാം. എന്നിട്ട് അത് വെച്ച് ഈ വലിയ വൻകിടക്കാരിൽ നിന്ന് വ്യാപാരികളിൽ നിന്നൊക്കെ തന്നെ പണം പിടുങ്ങി അത് ഒഴിവാക്കി കൊടുക്കുക. ഇതൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറത്ത് അതിഭീകരമാണ്. അഴിമതിയുടെ മഹാഗർത്തത്തിൽ പതിച്ചു നിൽക്കുന്നു UDF-ഉം KM മാണിയും. അതിനോടൊപ്പം പുറത്തു വന്നൊരു കാര്യം, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിർലജ്ജം ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ വെല്ലുവിളി ഉണ്ടല്ലോ. നിലപാട് ശ്രീ പി സി ജോർജ്, താങ്കൾ എന്തിനാണ് ബിജു രമേശുമായി സംസാരിച്ചത്? എന്തുകൊണ്ട് KM മാണി കോഴ വാങ്ങിയത് അറിയാമല്ലോ സാറിന് എന്ന് ബിജു രമേശ് ചോദിച്ചപ്പോൾ അത് ചിരിച്ചു തള്ളി. ഞാൻ ചോദിക്കട്ടെ പ്രകാശേ, എന്നെ വിശ്വസിച്ചോളൂ. ഒരു നമ്പർ പ്രകാശ് എഴുതണം, 9447217252. ഒന്നുകൂടെ പറയാം, 9447217252. ഇത് ആര്യനാട് സനൽ. ഞാൻ കൈരളി ചാനൽ ചർച്ച ചെയ്യുമ്പോൾ ഈ ബിജു രമേശിന്റെ തന്തയ്ക്ക് എന്റെ വായിന്ന് അറിയാതെ വന്നുപോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ആര്യാട് സനൽ എന്ന് പറയുന്നത് SNDPയുടെ ഗോകുലം ഗോപാലൻ ഗ്രൂപ്പാണ്. ഈ ബിജു രമേശും ആര്യാട് സനലും ഒരേ ഗ്രൂപ്പാണ്. വെള്ളാപ്പള്ളി നടച്ചിട്ട് പാര വെക്കുന്ന ഗ്രൂപ്പാണ്. ആര്യാട് സനൽ എന്നെ ഫോണിൽ വിളിച്ച് പിറ്റേ ദിവസം എന്നോട് ചോദിച്ചു, ഈ ഒരു സുഹൃത്തുണ്ട്, എന്റെ സുഹൃത്താണ് നമ്മുടെ ബിജു രമേശ്, സാറ് തന്തയ്ക്ക് വിളിച്ചതിന്റെ മനപ്രയാസത്തിലാണ്, അദ്ദേഹത്തിന് നമ്പർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. എന്നോട് നമ്പർ തരാമോ എന്ന് ബിജു രമേശ് ചോദിച്ചു. കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു കൊടുക്ക്, എനിക്കൊരു പടക്കോല് കൊടുത്തോ. അങ്ങനെ ആര്യനാട് സനലാണ് എന്റെ ഫോൺ നമ്പർ ഈ ബിജു രമേശ് കൊടുത്തത്. ബിജു രമേശ് ഏതോ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചു. അയാൾ ആദ്യമേ തന്നെ വളരെ മാന്യമായിട്ടാണ് ഞാൻ ഇടപെട്ടത്. എന്നോട് സംസാരിച്ചപ്പോ, എന്നാലും സാർ എന്റെ തന്തയ്ക്ക് പറഞ്ഞല്ലോ. ഞാൻ പറയും സോറി, എന്റെ നേതാവിനെ പറ്റി ചീത്ത പറഞ്ഞാൽ എനിക്ക് അങ്ങനെയല്ലേ കഴിയൂ. അതുകൊണ്ട് പിണങ്ങണ്ട, നമുക്ക് യാതൊരു സമയം നമുക്ക് കാണാമല്ലോ, ഒരു പിണക്കവും വേണ്ട. എന്റെ നേതാവിനെ പറ്റി ഞാൻ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ശരിയല്ലേ വേണ്ടൊക്കെ പറഞ്ഞു. ഞാൻ വളരെ ചിരിച്ച് കളിച്ച് സ്നേഹത്തോടു കൂടി തന്നെ വർത്തമാനം പറഞ്ഞ് കാണുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ 2 ദിവസം പറഞ്ഞപ്പോ അങ്ങേരില്ല, ഞാൻ അങ്ങേര് പറഞ്ഞ ദിവസം ഇല്ല, അങ്ങേര് എറണാകുളത്തിന് പോവാണ്, നമുക്ക് പിന്നെ കാണാം സഹോദര എന്ന് പറഞ്ഞ് ഞാൻ ഫോണിൽ വെച്ചു. പക്ഷെ ഞാൻ എപ്പോഴാണ് പിന്നെ അയാളെപ്പറ്റി വൃത്തിയാക്കി പ്രകാശ് മനസ്സിലാക്കണം, ഞാൻ ഇങ്ങനെ സംസാരിച്ച് സ്നേഹത്തിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടും അയാളെന്നെ പറ്റി ഞാൻ അയാളെ വിളിച്ച് മാണി സാറിനെ തിന്നണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രകാശ ചാനലെന്ന് വെച്ച് നോക്കി ഇങ്ങനെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, തെളിവ് ചന്ദ്രശേഖരനെ അറിയാമല്ലോ, പത്രപ്രവർത്തകൻ, മാന്യായ പത്രപ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ കൈരളി ചാനലിന്റെ അന്യോന്യത്തിൽ 11ാമത്തെ മിനിറ്റിൽ ചന്ദ്രശേഖരൻ ഈയോട് ചോദിക്കുന്ന ബിജു രമേശോട് PC ഓർമ്മയോട് സംസാരിച്ചത് എന്തിനാണ്? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ആ ചാനൽ അന്യോന്യത്തിൽ നിൽക്കണം. ഈയിടെ തന്നെ പറയാണ്, ഈ ബിജു പറയുകയാണ്, ഞാൻ PC ഓർമ്മയെ വിളിച്ചിരുന്നു, അദ്ദേഹത്തോട് എന്റെ തന്തയ്ക്ക് വിളിച്ച് എന്താണെന്ന് ഞാൻ ചോദിച്ചു, അദ്ദേഹം സ്നേഹമായിട്ട് സംസാരിച്ചു എന്ന്. വ്യക്തമാണ്. ശ്രീ PC ജോർജ്, താങ്കളുടെ ആ ഭാഗം വിശദീകരിച്ചത് വ്യക്തമാണ്. പക്ഷെ ഇവിടെ വരുന്നത് KM മാണി ബാറുകാരിൽ നിന്ന് കോഴ വാങ്ങുന്നു, അത് 418 ബാറുകൾ തുറക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ വാങ്ങുന്നു എന്ന ആദ്യ വെളിപ്പെടുത്തൽ, അതിനുശേഷം 418 ബാറുകൾ തുറക്കാതിരിക്കുന്നതിന് വേണ്ടി 312 ബാറുകാരിൽ നിന്ന് 2 കോടി കോഴ വാങ്ങിയെന്ന അടുത്ത ആരോപണം, താങ്കൾ തന്നെ ഇന്നലെ പറഞ്ഞതുപോലെ അതിൽ PJ ജോസഫ് ബാറുകാരെ വിളിച്ചു സമ്മർദ്ദം ചെലുത്തി എന്ന വാർത്ത, ശ്രീ PC ജോർജും ബിജു രമേശും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിലൂടെ പുറത്തു വരുന്ന ആ ചിരിയും അതുപോലുള്ള ആ കാര്യങ്ങളും, അതുപോലെ ബാലകൃഷ്ണപിള്ള 2 കോടി രൂപയുടെ കോഴക്കണക്ക് ബിജു രമേശ് പറയുമ്പോൾ 19 കോടി രൂപയുടെ കോഴക്കണക്ക് പറയുന്ന മറ്റൊരു കാര്യം. അപ്പോൾ എവിടെയാണ് UDF രാഷ്ട്രീയം എത്തി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ? ഇത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നല്ലല്ലോ. ബാലകൃഷ്ണപിള്ളയുടെ പോലുള്ളൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനേക്കാൾ ശക്തമായി അദ്ദേഹം നേരിട്ട് കണ്ടതുപോലെ പറയുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്താണ് നടക്കുന്നത്? പ്രകാശ്, ഞാൻ അതിനെപ്പറ്റി ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ല. UDF-ന് ഒരു കൺവീനറുണ്ട്, BDF-ന് ചെയർമാനുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട്. അവരതിനെപ്പറ്റി അഭിപ്രായം പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം മാത്രമേ ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ.
ഞാനിപ്പോ ഈ വിഷയം സംബന്ധിച്ച് ഒരു തർക്കത്തിലേക്ക് കടക്കാത്ത എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കമ്മിറ്റി, പാർട്ടി കമ്മിറ്റി ഒരു അമിഷയെ വെച്ചിരിക്കുകയാണ്. പ്രകാശിന് അറിയാമല്ലോ. ആ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നിടം വരെ ഞാൻ ഒരു കാര്യം ഇത് സംബന്ധിച്ച് പറയുന്നത് ശരിയല്ല. ബിജു രമേശിനെ ഞാൻ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ പറ്റി അല്ല, അത് താങ്കൾ വിശദീകരിച്ച. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ പാർട്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു, അതിൻ്റെ അന്വേഷണം നടക്കുന്നു, അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. ബിജു രമേശ് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, അന്ന് താങ്കൾ ഉൾപ്പെടെ കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന കോൺഗ്രസിലെ എ ഗ്രൂപ്പാണ് നടത്തിയത് എന്നുള്ള ആ കാര്യങ്ങൾ, അത് ആ വാദം തന്നെ അപ്രസക്തമാക്കുന്നതല്ലേ ബാലകൃഷ്ണപിള്ളയുടെ വെളിപ്പെടുത്തലും താങ്കളും ബിജു രമേശും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിന്റെ പുറത്തു വന്ന വിവരങ്ങളും? പ്രകാശ്, അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. ഞാൻ ബിജു രമേശോട് സ്നേഹം പറഞ്ഞത് മറ്റൊന്നും കൊണ്ടുമല്ല, വളരെ ചിരിച്ചു കളിച്ച് ഞാൻ വർത്തമാനം പറഞ്ഞു. കാരണം ഈ ആരാണ് ഇതിന്റെ പുറകിൽ, ഇത് പുറകില് വലിയ ഒരു ശക്തിയാണെന്ന് വളരെ വ്യക്തമായി ആദ്യം ആരോപണം ഉന്നയിച്ച ആളാണ് ഞാൻ. ബിജു രമേശിനെ കൂടി കളി കളിപ്പിക്കുന്ന ആരാണ്? ബിജു രമേശിനെ കണ്ട് സംസാരിച്ച് ആ ആള് കമ്മിറ്റി ഏത് എന്ന് മനസ്സിലാക്കണമെന്ന് എനിക്ക് വളരെ ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് എന്നോട് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സംസാരിച്ചത്. അത് തന്നെ ആരിനാട് സനൽ പറഞ്ഞപ്പോ അതിൽ ഞാൻ തന്തയ്ക്ക് വിളിച്ച് തെറ്റായി പോയി എന്ന് വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞപ്പോ ആൾ എന്നെ വിളിക്കുകയും ചെയ്യുമ്പോൾ മര്യാദ ഞാൻ കാണിക്കണ്ടേ. പക്ഷെ അത് കഴിഞ്ഞ് ചാനൽ ചർച്ചകളിൽ ഞാൻ അയാളെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇന്ന് തർക്കം ഉണ്ടായേ. ഇപ്പോഴും അയാളെ പറ്റി നല്ല വാക്ക് പറയാനിരിക്കില്ല. അയാൾ പറഞ്ഞ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അയാളെ വിശ്വസിച്ചിരുന്ന നമ്മുടെ കമ്മിറ്റിക്കാര്, നമ്മുടെ മദ്യ വ്യവസായികൾ എന്ത് പറയുന്നു? ഇയാളുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ദിവസം മാറ്റി മാറ്റി പറഞ്ഞ് ചരിത്രമായിട്ട് നടന്ന് ഓരോ നേതാക്കന്മാരെ പറ്റി അപമാനിക്കുന്ന വർത്തമാനം പറയുന്ന ഈ സ്വഭാവം എത്രയും മ്ലേച്ഛമാണ്. എന്നെപ്പറ്റി അയാൾ പറഞ്ഞത് ഒറ്റ കള്ളമാണെന്ന് എനിക്കറിയാവുന്നത് പോലെ മാണി സാറിനെ പറ്റി അയാൾ പറയുന്നത് കള്ളമാണെന്ന് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ പി സി ജോർജ്, അങ്ങനെയാണെങ്കിൽ ക്യാബിനറ്റ് പദവിയിലുള്ള ഒരാളാണല്ലോ ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ള പറയുന്നു 2 കോടി രൂപ അരിമില്ലുകാരിൽ നിന്ന് കെ എം മാണി വാങ്ങി. അതുപോലെ തന്നെ അപ്പോൾ ബിജു രമേശ് പറയുന്നു 2 കോടി രൂപ ബേക്കറിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ അതിനെ കടത്തി വെട്ടുന്ന രീതിയിൽ വീണ്ടും ബാലകൃഷ്ണപിള്ള പറയുന്നു 19 കോടി രൂപ സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് വാങ്ങി. അപ്പോൾ ഇതിപ്പോൾ പിണറായി വിജയനോ വി എസ് അച്യുതാനന്ദനോ അതല്ലെങ്കിൽ ബാർ കച്ചവടമായി നടക്കുന്ന ബിജു രമേശോ ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ലല്ലോ. നിങ്ങളുടെ മുന്നണിയുടെ സ്ഥാപക നേതാവ്, നിങ്ങളുടെ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം പറയുന്നു ഇങ്ങനെ എനിക്ക് നേരിട്ടറിയാം, ഞാനിത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, മുഖ്യമന്ത്രി താടയ്ക്ക് കൈവച്ചിരുന്നു എന്ന്. ആ രീതിയിൽ ഒരു വെളിപ്പെടുത്തൽ വന്നതിനോട് താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ആർ ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് പാർട്ടിയും സ്വാഭാവികമായി കേരള കോൺഗ്രസിലെ ഏറ്റവും സീനിയർ നേതാവാണ് അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടിയുമായി മാർലാക്കോ സിമ്മുമായി ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായില്ല എന്ന സത്യം നിൽക്കുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിന് കെ എം മാണി എന്ന വ്യക്തിയോടും മാണി സാറിനോടുള്ള അകൽച്ചയും മനസ്സിലുണ്ട്, നിഷേധിച്ചൊരു കാര്യമില്ല. യു ഡി എഫിന് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം സ്വാഭാവികമായി യു ഡി എഫിനെതിരായ ഒരു മാനസിക നിലയിലാണെന്ന് അറിയാൻ പാടില്ലാത്ത ആരും ഈ കേരളത്തിലില്ല. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഉത്തരം പറയട്ടെ. ഏതായാലും ഇങ്ങനെ അദ്ദേഹം പറയുന്ന പോലുള്ള കോടികൾ മുഴുവൻ മാണി സാർ വാങ്ങി എന്ന് വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല. ഒരു കേരള കോൺഗ്രസ് പ്രവർത്തകൻ എന്നതിൽ അതിനോട് അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാനാകെ വസ്തുത പറയുമ്പോ അന്ന് ഒരു പരാതി പറഞ്ഞാൽ തെളിവ് കൊടുക്കണം. ഞാനിപ്പോ തെളിവ് പറഞ്ഞല്ലോ, ചന്ദ്രശേഖരൻ മാധ്യമ സുഹൃത്ത് കൈരളി. വ്യക്തമാണ്. ദയവായി താങ്കൾ തുടരണം. ശ്രീ ജോസഫ് ആഴക്കൻ, ക്യാബിനറ്റ് പദവിയിലുള്ള നിങ്ങളുടെ 2 പേർ, ശ്രീ പി സി ജോർജും ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും കെ എം മാണിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച ബിജു രമേശുമായി സംസാരിക്കുന്നു. ബിജു രമേശ് സാറിന് അറിയാമല്ലോ എന്ന് ശ്രീ പി സി ജോർജിനോട് ചോദിക്കുമ്പോൾ പി സി ജോർജ് അത് ചിരിച്ചു തള്ളുന്നു. മാണി സാറിനെ പുറത്ത് സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതുപോലെ ആർ ബാലകൃഷ്ണപിള്ളയാകട്ടെ ഗൗരവമേറിയ അഴിമതി ആരോപണം, ഇത്ര കോടി രൂപയുടേതെന്ന് ആവർത്തിച്ച് പറയുകയും അത് മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഇതിനെ ന്യായീകരിക്കാൻ എങ്ങനെ കഴിയും? ഞാൻ മനസ്സിലാക്കുന്നു കേരള കോൺഗ്രസ് നേതൃത്വവും മാണി സാറും ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം മുതലേ പറഞ്ഞു. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് കോൺഗ്രസിന്റെ തലയിലും ഉമ്മൻചാണ്ടിയുടെ തലയിലും കെട്ടിവെക്കാനാണ് ശ്രമിച്ചത്. അന്ന് ഞങ്ങളത് നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു കാര്യം ബോധ്യമായി, ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയത് കോൺഗ്രസ് അല്ല,
മറ്റ് വ്യക്തികൾ മറ്റ് താല്പര്യമുള്ള ആളുകളാണ്. ബാലകൃഷ്ണപിള്ള സാറ് വളരെ കൃത്യമായി എവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കണം അതിന് ഞാൻ തന്നെ വിളിച്ച് സംസാരിക്കാമെന്ന് കൂടെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അത് നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, അത് ശരിയാണ്, പുള്ളിയുടെ ശബ്ദമാണെന്ന് തന്നെ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ഗൂഢാലോചനയൊക്കെ എവിടെ നിന്ന് വന്നു എന്നും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളതും എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ PC ജോർജ് പറഞ്ഞതിനെ കുറിച്ച് PC ജോർജ് ഇവിടെ വിശദീകരിച്ചു. അദ്ദേഹം എന്തിന് ചിരിച്ചുവെന്നോ അദ്ദേഹം കണ്ടപ്പോൾ എന്ത് സംസാരിച്ചുവെന്നോ അദ്ദേഹത്തിനും ബൈജു രമേശിനും അല്ലാതെ ഞങ്ങൾക്കാർക്കും അറിയാവുന്ന കാര്യമല്ല. ശ്രീ ജോസഫ് വാഴക്കൻ, ഇതിൽ നിങ്ങൾക്കറിയാമായിരിക്കും ഗൂഢാലോചന എവിടെ നടന്നു, എങ്ങനെ വന്നു എന്ന്. പക്ഷേ കേരള സമൂഹവുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ ഒരു കാര്യമാണ് ആർ ബാലകൃഷ്ണപിള്ള ബിജു രമേശുമായുള്ള സംഭാഷണത്തിൽ പറയുന്നത്. 19 കോടി രൂപ സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് വാങ്ങി. അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടനാട്ടിലെ പാലക്കാട്ടെ നെൽകർഷകർ അവർ നെല്ല് നൽകി. ആ നെല്ലിൻ്റെ വില നൽകുന്നതിന് വേണ്ടി അതിലും 2 കോടി രൂപ അരി വ്യാപാരികളിൽ നിന്ന്, അരിമില്ലുടമകളിൽ നിന്ന് വാങ്ങി. ഇത് ഞാൻ കണ്ടതാണ്. കൊണ്ടുപോയവർ ഇവിടെ വന്ന് പെട്ടി കാണിച്ചിട്ടാണ് കൊണ്ടുപോയത് KM മാണിയുടെ അടുത്തേക്ക് എന്നാണ് പറയുന്നത്. അത് മുഖ്യമന്ത്രിയോട് ക്ലിഫ് ഹൗസിലെത്തി ഗണേഷും അതുപോലെ ബാലകൃഷ്ണപിള്ളയും പറഞ്ഞു, ഈ രീതിയിൽ പണം വാങ്ങിയിട്ടുണ്ടോ എന്ന്. ഉമ്മൻചാണ്ടി തലയ്ക്ക് കൈവച്ചിരുന്നു. ഇപ്പോൾ ബാലകൃഷ്ണപിള്ള വെല്ലുവിളിക്കുന്നു, പരിമലപ്പള്ളിയിൽ വരാമോ എന്ന് ഉമ്മൻചാണ്ടിയോട്, പരിമലപ്പള്ളിയിൽ വന്ന് സത്യം ചെയ്യാമോ എന്ന്. ബാലകൃഷ്ണപിള്ള തയ്യാറാണ്. എന്തുകൊണ്ട് കേരള UDFിൻ്റെ സ്ഥാപകനായ ഒരാൾക്ക് ഇത് മുഖ്യമന്ത്രിയോട് പറയേണ്ടി വന്നിരിക്കുന്നു, ഇതിൽ കേസ് കൊടുക്കണമെന്ന് ബിജു രമേശിനോട് പറയേണ്ടി വന്നിരിക്കുന്നു? അത് നിങ്ങൾ വിശദീകരിക്കേണ്ടതില്ലേ? ബിജു രമേശ് ഈ ബാറുകോഴയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തെളിവും അദ്ദേഹത്തിന് ഹാജരാക്കാനായിട്ടില്ല. അദ്ദേഹത്തിന് ഈ ബാറിന്റെ കോഴ കൊടുക്കാനോ മാളിസാറിന്റെ വീട്ടിൽ പോകാനോ മാളിസാറിനോട് സംസാരിക്കാനോ ഇതുമായിട്ടൊരു ചർച്ചയിൽ ഗവൺമെന്റിന്റെ ആരെങ്കിലുമായിട്ട് പങ്കെടുക്കാനോ ഒന്നും ഇന്ന് വരെ ശ്രമിച്ചിട്ടുമില്ല. അദ്ദേഹം ഒട്ട് പോയിട്ടുമില്ല. അദ്ദേഹം ഇങ്ങനെ പലരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് ഉണ്ടയില്ലാത്ത വെടി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ശരി, ബിജു രമേശ് ഉണ്ടയില്ലാത്ത വെടി വെച്ചു. പക്ഷേ അതല്ല ശ്രീ ജോസഫ് വാഴക്കൻ, ബിജു രമേശ് ശരി, അയാൾ ഒരു ബാർ ഉടമയാണ്, മദ്യവ്യാപാരിയാണ്, ഉണ്ടയില്ലാത്ത ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു. വാദത്തിന് വേണ്ടി അത് അംഗീകരിക്കാം. ആർ ബാലകൃഷ്ണപിള്ള നിങ്ങളുടെ മുന്നണിയുടെ നേതാവല്ലേ? നിങ്ങളുടെ മന്ത്രിസഭയിൽ മുന്നോക്ക വികസന കോർപ്പറേഷന്റെ ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരാളല്ലേ? അദ്ദേഹം പറയുന്നു ഇത് ഉമ്മൻചാണ്ടി അറിയിച്ചിരുന്നു എന്ന്. ന്റെ പേരിൽ ബാലകൃഷ്ണപിള്ള സാറുമായിട്ടുള്ള ചർച്ച ഇന്ന് സംഭാഷണം വെളിയിൽ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ആൻ അറേഞ്ച്ഡ് പ്രോഗ്രാം. ഇതൊരു അറേഞ്ച്ഡ് റെക്കോർഡിംഗ് ആണ്, യാതൊരു സംശയവുമില്ല. ഈ പുതിയ അഴിമതി ആരോപണങ്ങളുടെ പുകമുറ സൃഷ്ടിച്ച് മാണി സാറിനെ ചീത്തയാക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന് പേര് ഉന്നയിച്ച ഞാൻ പണ്ട് ഉന്നയിച്ച ആരോപണം ശരിയായിരുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഒരു സാക്ഷിയെ കൂടി പിടിക്കാൻ പല കാരണങ്ങൾ കൊണ്ടും UDFുമായി തെറ്റി. വ്യക്തമാണ്. ദയവായി തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, ജോസഫ് വാഴക്കൻ അങ്ങനെയേ പറയൂ, അങ്ങനെയേ പറയാൻ കഴിയൂ. പക്ഷേ 2 ക്യാബിനറ്റ് പദവിയുള്ള നേതാക്കൾ അവരിന്ന് സ്വന്തം സർക്കാരിനെതിരെ, അതിലൊരു മന്ത്രിക്കെതിരെ, അതിലൊരാൾ വളരെ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. മാത്രമല്ല, എന്താണോ പ്രതിപക്ഷം പറയുന്നത്, നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് കീഴിൽ ഈ വിജിലൻസ് അന്വേഷണം കൊണ്ട് കാര്യമില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ അത് തന്നെ ഇന്ന് ആർ ബാലകൃഷ്ണപിള്ള ബിജു രമേശിനോട് ഉപദേശിച്ചു കൊടുക്കുന്നു. ഇവിടെ അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല, CBI അന്വേഷണത്തിന് പോകാൻ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്താണ് ഇതിന്റെ രാഷ്ട്രീയം? അല്ല പ്രകാശേ, PC ജോർജിനാണെങ്കിലും ആർ ബാലകൃഷ്ണപിള്ളയാണെങ്കിലും രണ്ടുപേർക്കും നഷ്ടസ്വപ്നങ്ങളുണ്ട്, മോഹഭംഗങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം കേട് തീർക്കാൻ വേണ്ടി അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഉമ്മൻചാണ്ടി തന്നെയാണ്. അപ്പോ ഇന്ന് ബാലകൃഷ്ണപിള്ള KM മാണി അദ്ദേഹത്തിന്റെ ഈ സംഭാഷണത്തിലൂടെ മനസ്സിലാകുന്നത് അദ്ദേഹം ഒരേ സമയം KM മാണിക്കും മുഖ്യമന്ത്രിക്കും എതിരെ യുദ്ധം ചെയ്യുന്നു എന്ന് തന്നെയാണ്. യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് വലിയ ഒത്തിരി മോഹങ്ങളുള്ള, അതിമോഹങ്ങളുള്ള ആളാണ് ആർ ബാലകൃഷ്ണപിള്ള. രാഷ്ട്രീയ മോഹങ്ങൾ എല്ലാം തകർന്നു തരികണമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം ജയിലിലായിരുന്നു. പിന്നീട് മകൻ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ള നേതാക്കന്മാരൊക്കെ ഈ KM മാണി ഉൾപ്പെടെ മന്ത്രിമാരായിരിക്കുന്നു. പക്ഷെ ഇത് ആരോപണം ശരിയല്ല എന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. ആരോപണം ശരിയായിരിക്കാം, പക്ഷേ തെറ്റായിരിക്കാം. ഇതുകൊണ്ട് ബിജു രമേശിന്റെ കേസിന് ഇതൊക്കെ തെളിവാകുമോ? അതാണ് എന്റെ ചോദ്യം. ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നത് ഏതു തരത്തിൽ വിജിലൻസിന് ഇത് തെളിവാക്കിയെടുക്കാൻ പറ്റും? അതാണ് എന്റെ ചോദ്യം. പ്രകാശ്. ശ്രീ A. പ്രദീപ് കുമാർ, ബിജു രമേശ്
നടത്തിയ വെളിപ്പെടുത്തൽ അത് വിജിലൻസ് കേസ് ആയതുപോലെ തന്നെ ഇപ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയും ബിജു രമേശും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം, അത് ശരിവെച്ചുകൊണ്ടുള്ള ബാലകൃഷ്ണപിള്ളയുടെ വിശദീകരണം, അപ്പോൾ 19 കോടി രൂപയുടെ സ്വർണ്ണ കോഴ, അതുപോലെ തന്നെ 2 കോടി രൂപയുടെ അരി മില്ലുടമകളിൽ നിന്നുള്ള കോഴപ്പണം, ഇതുകൂടി അന്വേഷണത്തിന് വരേണ്ടി വരില്ലേ? അതുമായി ബന്ധപ്പെട്ട് ബാലകൃഷ്ണപിള്ള കൂടുതൽ തെളിവുകൾ നൽകേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഇത് അന്വേഷണത്തിന് വരേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ ധനമന്ത്രി കെ എം മാണിയെ ഒരു നിമിഷം വെച്ച് താമസിപ്പിക്കാതെ രാജിവെച്ചൊഴിയണം. നിങ്ങളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചീഫ് വിപ്പ് പറയുന്നത് ശ്രദ്ധിച്ചോ? അദ്ദേഹം പറയുന്നത് ഞാനിനി UDFിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, അതിൽ കൺവീനർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിനി എൻ്റെ പാർട്ടിയുടെ കാര്യമേ പറയുന്നുള്ളൂ എന്നാ. പക്ഷേ അദ്ദേഹം ഈ വസ്തുതകളൊന്നും തന്നെ നിഷേധിച്ചില്ല. അദ്ദേഹം വളരെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന ബിജു രമേശിന് തൻ്റെ ഫോൺ നമ്പർ കിട്ടിയത് ഏതോ ഒരു സനൽ കൊടുത്തു എന്നുള്ളതാണ്. ഒരു ആര്യാട് സനൽ കൊടുത്തിട്ടാണ് കിട്ടിയത്. ഈ PC ജോർജിൻ്റെ ഫോൺ നമ്പർ കിട്ടാൻ ഈ ആര്യാട് സനലിൻ്റെ സഹായം വല്ലവർക്ക് ആവശ്യമുണ്ടോ? ഗവൺമെൻറ് ഡയറി ഉൾപ്പെടെയുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ചീഫ് വിപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പറുണ്ട്, 2 നമ്പർ, മൊബൈൽ നമ്പറുണ്ട്, പിന്നെ താമസിക്കുന്ന നമ്പർ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പരിങ്ങി എന്തെല്ലാമോ പറഞ്ഞ് ഒപ്പിക്കാനാണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ സ്നേഹപൂർവ്വം ബിജു രമേശിനോട് സംസാരിച്ചു എന്ന് പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയണം സ്നേഹത്തോടെ സംസാരിച്ചു. എന്തേ അദ്ദേഹം ഇത്ര സ്നേഹത്തോടെ സംസാരിക്കാൻ? എന്ത് മാണി സാറിനെ എതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ആളോട് ഇദ്ദേഹത്തിന് പ്രത്യേക സ്നേഹം തോന്നേണ്ട കാര്യം എന്ത്? അപ്പോൾ അതിനകത്തൂടെ ആ സംഭാഷണത്തിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. അത് PC ജോർജ് എങ്ങനെയാണ് അതിനെ കണ്ടതെന്നും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലെന്നും ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞു. അവസാനത്തെ വെല്ലുവിളിയും മുഖ്യമന്ത്രിയുടെ മുമ്പാകെ കിടക്കുകയാണ്, പരുമലപ്പള്ളിയിലേക്ക് വരാനുള്ളത്. അപ്പോൾ ഇവിടെ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, നമ്മുടെ കേരളത്തിന് ഇതിനു മുമ്പ് ഒരു മന്ത്രിയെക്കുറിച്ചും അഴിമതി ആരോപണങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ നേരിട്ട് കൈക്കൂലി വാങ്ങിയെന്ന ആക്ഷേപം ഇതിന് വിധേയനായ ആളുണ്ടായിട്ടില്ല. അത് കൈയോടെ കൈക്കൂലി കൊണ്ടുപോയി കൊടുത്തവർ പറയുന്നു. അതിനെ സംബന്ധിച്ച് FIRും കേസും എല്ലാം വരുന്നു. അത് നിയമസഭക്കകത്തും പുറത്തുമൊക്കെ വലിയ പോരാട്ടം നടന്നിട്ടേ അത് വന്നുള്ളൂ. ഇപ്പോഴോ ഈ UDFിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ്, അത് രൂപീകരിച്ചയാൾ തന്നെ, ആ ഘടകകക്ഷിയുടെ നേതാവ് ആക്ഷേപം കൃത്യമായി ഉന്നയിക്കുകയും തെളിവുകൾ അദ്ദേഹം കൊടുക്കാമെന്ന് പറയുകയും തെളിവ് നിഷേധിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി, ഇതിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇത് ഏതെങ്കിലും ഒന്നല്ലേ നിൽക്കാൻ പറ്റൂ, എല്ലാം കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ രാജിവെക്കേണ്ട സാഹചര്യം. ആദ്യമായിട്ട് കെ എം മാണി തന്നെ ഒരു നിമിഷമില്ലാതെ അദ്ദേഹം രാജിവെച്ചൊഴിയണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. ഇതിപ്പോൾ ബിജു രമേശ് ഉന്നയിക്കുന്ന പോലൊരു ആരോപണമല്ല. ആ മുന്നണിയിലെ ഒരു പദവി വഹിക്കുന്നയാൾ പണം കൊണ്ടുപോകുന്ന അതടക്കം കാണുകയും കൊണ്ടുപോയവരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ 19 കോടി രൂപയുടെ പുതിയ ആരോപണം ഉന്നയിക്കുന്നു. ബിജു രമേശുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ക്വിക്ക് വെരിഫിക്കേഷനും വിജിലൻസിന് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ബാലകൃഷ്ണപിള്ളയും അത് വേറൊരു കേസായി തെളിവ് കൊടുക്കുകയും അതിൻ്റെ പേരിൽ പുതിയ അന്വേഷണവും മൊഴിയെടുക്കലും, അതായത് UDF സർക്കാർ അതിൽ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിട്ടുണ്ട്. എന്നോടിന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞത്, ഉമ്മൻചാണ്ടിയോട് ഞാൻ പറഞ്ഞതാണ്, സരിത കേസ് പോലെ അദ്ദേഹം അവിടുത്തെ ക്യാമറ അതിൽ തിരിമറി നടത്തുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ തിരിമറി പേടിച്ചതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുമത വിശ്വാസിയല്ലെങ്കിലും പരുമലപ്പള്ളിയിൽ സത്യത്തിന് വാ എന്ന് വെല്ലുവിളിച്ചത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇതും ഒരു കേസായി മാറുകയാണ്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ അഴിമതി അറിഞ്ഞിട്ടും മറച്ചുവച്ചത് അല്ലെങ്കിൽ നടപടിയെടുക്കാത്തത്. പുതിയ രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും ഇത് UDFിൽ ഉണ്ടാക്കുന്ന ചലനം? പ്രകാശേ, UDF രാഷ്ട്രീയത്തിൽ വലിയ ഒരു കോളിളക്കം ഉണ്ടാക്കിയിരിക്കുന്നു. ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തലുകൾ യാതൊരു സംശയമില്ല. ഈ പ്രശ്നങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നല്ല, പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നല്ല എന്നും കൂടി ഓർക്കണം. നേരത്തെ തന്നെ പ്രകാശ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് UDFിലെ പ്രമുഖനായ നേതാവ്, UDFിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ, കേരള കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയ ആർ ബാലകൃഷ്ണപിള്ളയാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഉന്നയിക്കുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരോപണം ഉന്നയിക്കുന്ന രീതി, ആരോപണം ഉന്നയിക്കുന്ന ആൾ എന്നിവയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത്ര പെട്ടെന്ന് ഇത് ഒതുക്കാനും പറ്റില്ല. തീർച്ചയായിട്ടും സംഗതി വഷളായിട്ടുണ്ട്. വളരെ ഗുരുതരമായ രംഗങ്ങളിലേക്കാണ് ബാർ വിവാദം, മദ്യത്തിൻ്റെ പേരിൽ
ഉണ്ടായ രാഷ്ട്രീയ വിവാദം അതിസങ്കീർണമായി UDF-നെ പിടിച്ചുലയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സംഘർഷമായി മാറിയിരിക്കുന്നു എന്ന് വേണം പ്രകാശ് പറയാൻ. വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. വളരെ നന്ദി ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ശ്രീ A. പ്രദീപ് കുമാർ, ശ്രീ PC ജോർജ്, ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.